ഇപ്പോൾ എച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് നക്ഷത്രയാണ്. അപ്പോൾ നക്ഷത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ 10 ദിവസത്തെ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് ക്ലാസ് ബ്രേക്കായിട്ട് ആൾ മാംഗ്ലൂർ പഠിക്കാൻ പോയിട്ട് ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞു. 2-3 മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ആൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആൾ 14-ാം തീയതി ജോയിൻ ചെയ്തു. 18-ാം തീയതി ഡ്രൈവിംഗ് ടെസ്റ്റാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന 15-ഉം 4-ഉം 19 ദിവസത്തെ ക്ലാസ്സുകൾ 3 ദിവസം കൊണ്ട് നമ്മൾ അറ്റൻഡ് ചെയ്യാനുള്ള പരിപാടിയാണ് പ്ലാൻ ചെയ്തത്, ഇൻക്ലൂഡിങ് എച്ച്. അപ്പോൾ അങ്ങനെ ഇന്നാണ് നമ്മൾ എച്ച് തുടങ്ങിയത്. എച്ച് തുടങ്ങി അതിനനുസരിച്ച് ആൾ തനിച്ച് എച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾ സംശയിച്ച് സാർ ഒരു പക്ഷേ ഞാൻ ടെസ്റ്റ് ഫെയിലാവുക പാസ്സാവുക എന്നുള്ളതല്ല, ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. എത്ര സ്മാർട്ടായി എടുക്കുന്ന കുട്ടികൾക്കും ഒരു ടെസ്റ്റ് സമയത്ത് കൈവിട്ട് പോകാം. അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോഴേ വിഷമിക്കരുത്. നമ്മൾ ആ ടെസ്റ്റ് സമയത്ത് മാക്സിമം നന്നായി എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നെഗറ്റീവ് ചിന്തകൾ മാത്രം മനസ്സിനകത്ത് വരരുത്. അപ്പോൾ ഇവിടെ ആ കണ്ണാടിയിലൂടെ നോക്കിയാണ് നമ്മൾ എച്ചെടുക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെയാണ് നക്ഷത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നോട്ടം എന്ന് പറയുന്നത് കാൽക്കുലേഷനാണ്. കമ്പിയിൽ തട്ടുമോ ഇല്ലേ എന്നുള്ള കാൽക്കുലേഷനാണ്. അപ്പോൾ തട്ടൂലാന്ന് തോന്നിക്കഴിഞ്ഞാൽ മുഴുവൻ തിരിക്കാം. അപ്പോൾ അവിടെ വെച്ച് താമസിക്കരുത്. അപ്പോൾ നമ്മൾ ബാക്ക് ബമ്പർ കമ്പി എത്തുന്നതിന് മുമ്പാണ് ഫുള്ള് തിരിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ മുൻപിലോട്ട് നോക്കി ബോഡിയെ ലെവൽ ചെയ്യുന്നു. അപ്പം ഈ ഒരു വീഡിയോ നമ്മൾ അയക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇന്ന് എച്ചെടുത്ത ഒരു കുട്ടി നക്ഷത്ര ഇന്ന് തനിച്ച് എച്ചെടുക്കുന്നു. അപ്പം 19 ദിവസത്തെ ക്ലാസ്സുകൾ 3 ദിവസം കൊണ്ട് ആ കുട്ടി കവർ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്തെടുക്കാൻ പറ്റുമ്പോൾ മാത്രമേ ആ 3-ൻ്റെ അന്ന് നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് കയറി ടെസ്റ്റ് പാസ്സാകാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കുന്ന കുട്ടികൾക്ക് ഇതെല്ലാം കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ തന്നെ ചില കുട്ടികൾ നമ്മൾ എച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ 10 ദിവസം ആയാൽ പോലും അവർക്ക് അതിൻ്റെ ആ ടെക്നിക്ക് പിടികിട്ടാറില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് നമ്മളിപ്പോൾ നക്ഷത്രയുടെ വീഡിയോ ഈ ഗ്രൂപ്പിനകത്ത് ഇടുന്നത്. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഡേറ്റ് 16 നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ. നാളെ ഒരു ദിവസം ഫൈനൽ പ്രാക്ടീസ്. മാമത്താണ് ഡ്രൈവിംഗ് ടെസ്റ്റ് കിടക്കുന്നത്. അവിടെ കൊണ്ടുപോയി ഫൈനൽ പ്രാക്ടീസ് കൊടുത്തിട്ട് മറ്റന്നാൾ ആൾ ടെസ്റ്റ് കയറുകയാണ്. അപ്പോൾ ഇവിടെ നക്ഷത്ര എങ്ങനെയുണ്ട്? കൊള്ളാം. എച്ചിനെ കുറിച്ചൊരു കോൺഫിഡൻസ് വന്നോ? എടുക്കാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് എവിടെ നോക്കി എടുക്കണം? ഗ്ലാസ്സിൽ സൈഡ് മിററിൽ തന്നെ നോക്കണം. തിരിക്കുമ്പോഴും നോക്കുമ്പോഴും എല്ലാം. അതുപോലെ സ്പീഡ് എന്ത് ചെയ്യണം? ഏതിലൂടെ? ക്ലച്ചിലൂടെ. അപ്പോൾ സ്പീഡ് കൺട്രോൾ പോയാൽ പോയി. അതുപോലെ ബോഡി ലെവലാകുമ്പോൾ തന്നെ മുൻപിലോട്ട് നോക്കി 2 റൗണ്ട് റിട്ടേൺ. ഇവിടെ നമുക്ക് ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെ സ്മാർട്ടായി ചെയ്യുക. ഒരു പ്രാവശ്യം ചെയ്തതിനേക്കാളും വേഗത കൂട്ടി നമ്മൾ ചെയ്യണം. ടെസ്റ്റ് സമയത്ത് വണ്ടിയുടെ ടയറുകൾ നിൽക്കാൻ പാടില്ല, റോളിങ്ങിലായിരിക്കണം. അതുപോലെ കൊണ്ട് നിർത്തുമ്പോൾ ഫ്രണ്ടിലോട്ടാണ് പോകുന്നതെങ്കിൽ ബാക്ക് കമ്പി കഴിഞ്ഞ് നിൽക്കണം. റിവേഴ്സ് ആണെങ്കിൽ ഫ്രണ്ട് കമ്പി കഴിഞ്ഞ് നിൽക്കണം. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, അത് ചെയ്യുക എന്നുള്ളത് മാത്രം. ഓക്കെ. ഇനിയിപ്പോൾ നക്ഷത്രയുടെ കൂടെ സാറൂടെ ജോയിൻ ചെയ്യണം. സാറിന് ഒരു ദിവസം എച്ചായതേ ഉള്ളൂ. അപ്പം നക്ഷത്ര എച്ചെടുക്കുന്നത് സാറിന് കണ്ടുകൊണ്ടിരിക്കും. ഓക്കെ, സാറൂടെ കയറിക്കണം. ഓക്കെ നക്ഷത്ര, കണ്ടിന്യൂ. അപ്പോൾ സ്റ്റിയറിംഗ് തിരിക്കാനെല്ലാം സ്പീഡ് വേണം കേട്ടോ, സ്മാർട്ടായിട്ട് ചെയ്യണം. ഓക്കെ. അപ്പം നക്ഷത്ര എച്ചിനെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞു. നക്ഷത്രയ്ക്ക് എൻ്റെ ഐഡിയകളൊക്കെ പിടികിട്ടി. അപ്പം കോൺഫിഡൻ്റ് ആണ് എന്നാണ് നക്ഷത്ര പറഞ്ഞത്. ആ കോൺഫിഡൻ്റ് ആണ് എന്നുള്ളൊരു മറുപടി കിട്ടിയാൽ മാത്രം മതി. കാരണം ജയപരാജയങ്ങളൊക്കെ അപ്പോഴത്തെ സാഹചര്യങ്ങളനുസരിച്ചാണ്. ഫുള്ള് തിരിക്കുക മുഴുവൻ. അപ്പോൾ അവിടെ നമ്മൾ അപ്പോഴത്തെ സാഹചര്യങ്ങളനുസരിച്ചാണ്. കഴിയുന്നതും പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് എല്ലാ കുട്ടികൾക്കും ഇതുപോലെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ആദ്യ ദിവസം മുതൽ തന്നെ എച്ച് തനിച്ചെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ നക്ഷത്ര പറഞ്ഞ പോലെ സൈഡ് മിററിലെ സൈഡ് ഗ്ലാസ്സിലൂടെ നോക്കിയെടുക്കുമ്പോൾ ആ ഗ്ലാസ്സിലൂടെ തന്നെ നമ്മൾ നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പോകേണ്ട പോയിൻ്റ്, ശ്രദ്ധിക്കേണ്ട കമ്പി ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ തിരിച്ചെടുക്കുമ്പം ഇതെല്ലാം അടിപൊളിയാണ്. സ്പീഡ് കൺട്രോൾ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റിയറിംഗ് തിരിക്കുന്നതിൻ്റെ വേഗത ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം ഏത് കുട്ടികൾക്കാണോ ക്ലച്ചിലൂടെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത്, വേഗതയിൽ സ്റ്റിയറിംഗ് തിരിക്കാനും തിരിച്ചിരിക്കാനും കഴിയുന്നത്, അതുപോലെ സൈഡ് മിററിൽ നോക്കിയെടുക്കാൻ കഴിയുന്നത്, അവർക്കൊക്കെ നന്നായി വെച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നക്ഷത്രയുടെ എച്ചെടുക്കുന്നതിൻ്റെ വിശേഷങ്ങൾ. ഓക്കെ. അപ്പോൾ എല്ലാ കുട്ടികളും ഇതെല്ലാം കണ്ട് ഇതുപോലെ സ്മാർട്ടായി ചെയ്യുക. എല്ലാ കാര്യങ്ങളിലും വേഗത വേണം. നമ്മളെ 15 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞാൽ
ടോട്ടൽ 30 ദിവസത്തെ ക്ലാസ്സിൽ 15 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞാൽ 16 മുതലുള്ള ക്ലാസ്സുകളെല്ലാം വേഗതയിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ.